എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 1-6 സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്നവർ നിർബന്ധമായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തരുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ പ്രധാനം അറിയുന്ന വാർത്ത നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 1 മുതൽ 6 വരെയുള്ള സെമസ്റ്ററുകൾ സപ്ലിമെൻ്ററി എഴുതാൻ പോകുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് സ്റ്റുഡൻറ് പോർട്ടലിനെ കുറിച്ച് തന്നെയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. എന്താണ്, പല വിദ്യാർത്ഥികൾ നമ്മോട് ഒരുപാട് തവണയൊക്കെ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നതാണ്. ഒരുപാട് തവണ പലതവണ നമ്മൾ സപ്ലി എക്സാം എഴുതി എന്നിട്ടും വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഫെയിലാകുന്നൊരു പ്രശ്നം ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് പറയാറുണ്ട്. തീർച്ചയായും നമ്മൾ അവരോടെല്ലാം പറയുന്നൊരു കാര്യം തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റുഡൻറ് പോർട്ടൽ ചെക്ക് ചെയ്യുക. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പല വിദ്യാർത്ഥികൾക്കും സംഭവിക്കാറുള്ളൊരു കാര്യമാണ്. റിസൾട്ട് വരുമ്പോൾ ഫെയിൽ എന്ന സ്റ്റാറ്റസ് വരികയും അതേസമയം അതേ റിസൾട്ട് സ്റ്റുഡൻറ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പാസ്സാകുകയും ചെയ്യാറുണ്ട്. എല്ലാ വിദ്യാർത്ഥികളുടെ കേസിലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് ആദ്യം തന്നെ പറയുകയാണ്. എന്നാൽ ചില വിദ്യാർത്ഥികളുടെ കേസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമുണ്ട്. ചില വിദ്യാർത്ഥികളൊക്കെ നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനോടും സൂപ്പർ സീനിയേഴ്സിനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നൊരു കാര്യവും തന്നെയാണ്. ഈ സ്റ്റുഡൻറ് പോർട്ടൽ ചെക്ക് ചെയ്യാൻ student.uoc.ac.in വെബ്സൈറ്റ് സന്ദർശിക്കുക. student.uoc.ac.in വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ്റെ സെക്ഷൻ കാണും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റേർഡ് ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് അറിയില്ലെങ്കിൽ ഇവിടെ ഫോർഗോട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവ രണ്ടും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ സെമസ്റ്റർ 1-6 വരെയുള്ള സെമസ്റ്ററുകളിൽ ഏതെങ്കിലുമൊക്കെ സെമസ്റ്റർ നിങ്ങൾ സപ്ലി ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഡിഗ്രി പ്രവേശനം മുതൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിതരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്റ്റുഡൻറ് പോർട്ടൽ വഴിയാണ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും റിസൾട്ട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സ്റ്റുഡൻറ് പോർട്ടലിൽ ലഭ്യമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ടിൽ മാറ്റം വന്നിട്ടുണ്ടോ, നിങ്ങൾ തോറ്റ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ റിസൾട്ട് ജയിച്ചിട്ടുണ്ടോ, അങ്ങനെ ജയിച്ചെങ്കിൽ തീർച്ചയായും നിങ്ങളിപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി അതേ റിസൾട്ട് ഒരു സ്റ്റുഡൻറ് പോർട്ടലിൽ എപ്പോഴും റിസൾട്ട് വൈകിയാറുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഒരു സെമ്മിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ റിസൾട്ട് സ്റ്റുഡൻറ് പോർട്ടലിൽ വരുന്നത് ചിലപ്പോൾ 1 മാസം വരെ എടുത്തിട്ടായിരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി അതേ റിസൾട്ട് സ്റ്റുഡൻറ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തപ്പോൾ പാസ്സായി. അങ്ങനെ പല വിദ്യാർത്ഥികൾക്ക് സംഭവിക്കാറുണ്ട്. തീർച്ചയായും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ വിദ്യാർത്ഥികളുടെ കേസിലും, ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ വിദ്യാർത്ഥികളുടെ കേസിലും ഇങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ വിദ്യാർത്ഥികളുടെ കേസിലും. എന്നാൽ ചുരുക്കം ചില വിദ്യാർത്ഥികളുടെ കേസിലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്യുന്നതിനിപ്പോൾ നമുക്ക് മുടക്കൊന്നുമില്ലല്ലോ. അപ്പോൾ പുതിയ കാണുന്നൊരു വിസ്കൃത ഫോൺ ഡിസ്ക്രൈബ് ബൈ.